നമസ്കാരം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ 10ാം നാൾ അമേരിക്കയുടെ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നു. ഫോർദോ ഉൾപ്പെടെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. സമാധാനത്തിന്റെ നാളുകളാകും ഇനി മുന്നോട്ടേക്ക് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ കൂടുതൽ തിരിച്ചടിയുണ്ടാകും എന്ന് മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ B-2 ബോംബറുകളും ബങ്കർ ബസ്റ്റർ ബോംബറുകളും ഉപയോഗിച്ച അമേരിക്കൻ ആക്രമണത്തെ ഇറാൻ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്നാണ് ഇറാൻ പറഞ്ഞത്. അമേരിക്കൻ നടപടി അപലപിച്ച് UN-ഉം UAE-യും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി. ആക്രമണത്തിന് സഹായം വേണമെന്ന ഇസ്രയേലിന്റെ ആവശ്യത്തിന് അമേരിക്ക വഴങ്ങിയത് എന്തുകൊണ്ട്? യുദ്ധത്തിനായി പണം ചെലവഴിച്ചുവെന്ന് മുൻ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തി അധികാരത്തിലേറിയ ട്രംപിന്റേത് നിലപാട് മാറ്റമോ? അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച ഇറാന് നേരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടോ അതോ യുദ്ധം മുറുകുകയാണ്? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നവർ വിദേശകാര്യ വിദഗ്ധരായ ഡോക്ടർ ജോസുകുട്ടി CA, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജിജി പോൾ എന്നിവരാണ്. ആദ്യം ഡോക്ടർ ജോസുകുട്ടി CA. ഏതാനും ദിവസം മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 2 ആഴ്ചത്തെ സമയത്തിനുള്ളിലാകും അമേരിക്ക തീരുമാനമെടുക്കുക, ഇതിൽ പങ്കാളികളാകണമോ, ഈ ആക്രമണത്തിൽ പങ്കാളികളാകണമോ എന്നത്. അതൊരു തന്ത്രമായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞ് 2 ദിവസത്തിനകം അമേരിക്ക ഒരു വലിയ കടന്നാക്രമണം നടത്തിയത്? അമേരിക്ക അത് ലോകത്തോട് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ട്രംപിന്റെ നിലപാട് മാറ്റം എന്നൊക്കെയുള്ളതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി എന്തുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം ഒരിക്കൽ ട്രംപ് പറയുന്നു, പക്ഷെ പിന്നീട് അതിന് ഘടകവിരുദ്ധമായി മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു? സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ പ്രസ്താവനകൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ നിരീക്ഷിച്ചാൽ അദ്ദേഹം ഒരു സ്ഥിരമായ നിലപാടോടുകൂടി ഒരിക്കലും ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇടപെടുക എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് അമേരിക്ക നേരിട്ട യുദ്ധത്തിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്നതിനെക്കുറിച്ച്, അത് എപ്രകാരം വേണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ തീരുമാനം അവർ നേരത്തെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നമ്മൾ അതിനുത്തരം നൽകുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി പറയേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ആണ് യുദ്ധത്തിൽ ആദ്യം ഇടപെട്ടെങ്കിലും ഏകദേശം 10 ദിവസത്തോളം ആയിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയിട്ട്. 10ാം ദിവസമാണ് അമേരിക്ക ഇടപെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്ക നടത്തുന്നൊരു യുദ്ധമാണ്. ഇസ്രായേൽ അത് മുന്നിൽ നിന്ന് നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അമേരിക്ക ഇതിൽ നേരിട്ട് ഇടപെട്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനെ നമ്മളതിൻ്റെ വിശാലാർത്ഥത്തിലും ചിത്രത്തിലും പരിശോധിക്കുമ്പോൾ പറയാൻ പറ്റുക. അമേരിക്കയുടെ സമ്മതമില്ലാതെ, അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക്, പ്രത്യേകിച്ചും ഇസ്രായേൽ ഹമാസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പൂർണ്ണമായ സമ്മതത്തോടും അറിവോടും കൂടിയാണ് ഇസ്രായേൽ 10 ദിവസം മുമ്പ് ഇറാനെ പെട്ടെന്നൊരു ദിവസം ആക്രമിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപ് ഇത്തരത്തിലുള്ള ചില വാദങ്ങളും അഭിപ്രായങ്ങളും അപ്പോഴും ഡോക്ടർ ജോസുകുട്ടി, ഇപ്പൊ നമുക്കറിയാം ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന ഇതിൽ അമേരിക്ക പങ്കാളിയേ അല്ല എന്നതായിരുന്നു. അപ്പോഴതൊന്നും ശരിയായിരുന്നില്ല എന്നൊരു സംശയം കൂടി ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഇടപെടൽ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ യുദ്ധത്തിൽ നേരിടാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തുറന്ന വാറല്ലേ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം പോകുമ്പോൾ വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അത് പൂർണ്ണമായും അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയാണ്, അനുവാദത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ആദ്യഘട്ടങ്ങളിൽ അമേരിക്ക അല്പം വെയിറ്റ് ചെയ്തിരുന്നു എന്നത് ശരി തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ നടത്തിയ അക്രമത്തിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അങ്ങനെ വന്ന മിസൈലുകളെയൊക്കെ തടഞ്ഞു നിർത്തുന്നതിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സൈനിക സഹായം ഇസ്രായേലിന് ലഭിച്ചതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെയധികം കുറയ്ക്കുവാൻ സാധിച്ചതെന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. മറ്റൊന്ന്, ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തമല്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു? ഇന്നലെ നമ്മൾ കണ്ടു, യൂറോപ്യൻ യൂണിയൻ ജനീവയിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും മറ്റുമൊക്കെ ചർച്ച നടത്തി. അപ്പോൾ അവരെ ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അണുവായുധങ്ങൾ
പൂർണ്ണമായും നശീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച യൂറോപ്യൻ രാജ്യങ്ങളുമായി നടന്നപ്പോൾ അത് പരിപൂർണമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ട്രംപ് ഈ കഴിഞ്ഞ 10 ദിവസം യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതെ ഇസ്രായേലിൻ്റെ അക്രമം കൊണ്ട് തന്നെ ഇറാനെ ആണവായുധങ്ങൾ വേണ്ട എന്ന് വപ്പിക്കുന്ന ഒരു കരാറിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കുകയായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയും തങ്ങളുടെ ആണവശേഷി അല്ലെങ്കിൽ അണുവായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫ്രീസ് ചെയ്യാം, നിർത്തിവെക്കാം, അത്തരമൊരു കരാറിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ആ ശ്രമങ്ങൾ പരാജയപ്പെടുത്തപ്പെട്ടിടത്തു നിന്നാണ് അമേരിക്ക പെട്ടെന്ന് ഇടപെടാൻ ശ്രമിച്ചത്. അത് മാത്രവുമല്ല, ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി, അതായത് ടെൽ അവീവിലെ ആശുപത്രികൾ, മറ്റ് സൈനിക സന്നാഹങ്ങൾ, ഹൈഫ പോർട്ട്, അങ്ങനെ ഈ ഇസ്രായേലിൻ്റെ തന്ത്രപരമായിട്ടുള്ള ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ വരുന്ന രീതിയിലുള്ള അക്രമം തിരിച്ചു നടത്തുവാൻ ഇറാന് കഴിഞ്ഞിട്ടുള്ളതും കാര്യങ്ങൾ ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ അത്ര ഭംഗിയല്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമേരിക്ക പെട്ടെന്ന് ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ അമേരിക്ക ബോംബിട്ടിരിക്കുന്നത് അവരുടെ ഭൂമിക്കടിയിലുള്ള ഫോർദോ ന്യൂക്ലിയർ നിർമ്മാണ കേന്ദ്രത്തിലും അവരുടെ സംവിധാനത്തിലും അതുപോലെ മറ്റ് 2 ആണവ ശേഷി കേന്ദ്രങ്ങളിലുമാണ്. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള എന്തുകൊണ്ട് അമേരിക്ക ഇത്തരത്തിലൊരു നിലപാട് എടുത്തു എന്നുള്ളത്, ഇനി ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി വളരെ കുറവാണെന്നും അതുമാത്രവുമല്ല ഇനി കൃത്യമായും ഇറാൻ പൂർണ്ണമായും ദുർബലമായിരിക്കുന്നൊരവസ്ഥയാണ്. അവർക്ക് പിന്നെ എത്ര ശക്തമായി തിരിച്ചടിച്ചാലും, അമേരിക്കയുടെ മിലിറ്ററി ബേസുകളെ അടിച്ചാലും അല്ലെങ്കിൽ ഹോർമീസ് കടലിടുക്കിലും ഒക്കെ ഇടപെട്ടാലും ഇറാൻ വളരെ സമ്മർദ്ദത്തിലാണ്. അവർ ക്രമേണ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരും. ഇനി പെട്ടെന്ന് പോകുമെന്നല്ല ഞാൻ പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് ഇറാൻ പോകേണ്ടി വരും. കാരണം ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. അവരുടെ നിഴൽ സംഘങ്ങൾ വളരെ ദുർബലമാണ്. ഇറാൻ്റെ ആയുധശേഷിയിലും പരിമിതികൾ ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക നേതൃത്വം എല്ലാം തന്നെ കുറേയധികം ആൾക്കാരെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ വളരെ സമ്മർദ്ദത്തിലായതുകൊണ്ട് ഒരു നയതന്ത്രപരമായ പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇറാനെ അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അവർ ചർച്ചയിലേക്ക് കൊണ്ടുവരുമല്ലോ. ഏതൊരു രാജ്യമാണെങ്കിലും ദുർബലമായി കഴിയുമ്പോൾ, പരാജയപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി അവർ ചർച്ചയ്ക്ക് വരികയും മറ്റുള്ളവർ ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ഇറാൻ ഒരു പരിധിവരെയെങ്കിലും ചർച്ചയിലേക്ക് കുറച്ചും കൂടെ കഴിയുമ്പം പോകേണ്ടതായിട്ടും വരും. അതങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഏറ്റവും പറ്റിയ അവസരമായിട്ട് അമേരിക്ക ഇതിനെ കണ്ടു. മാത്രമല്ല, ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന സമയത്ത് ഇത്ര സമയത്ത് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ സ്വാഭാവികമായിട്ടും തന്ത്രപരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നത്. ഇതിനു മുമ്പും അമേരിക്ക നടത്തിയിരിക്കുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെയും അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട്, പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു അക്രമം, അതിന് ഒരു പരിധിവരെ വേണമെങ്കിൽ നമുക്ക് ഒരു വളരെ നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടത്തിക്കൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ കാരണം. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ട്രംപ് പറഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനി സമാധാനം പുലരും, സമാധാനത്തിൻ്റെ നാളുകളാകും ഇനി വരിക എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇറാൻ ഇതിലൊരു കീഴടങ്ങലിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിനുശേഷം അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം നമ്മൾ കണ്ടത് ഇറാൻ തിരിച്ചടിക്കുന്നതാണ്. അത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം കനത്ത നാശനഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. തിരിച്ച് ഇസ്രായേൽ അങ്ങോട്ടേക്ക് അടിക്കുന്നു. അപ്പോൾ അതിൻ്റെയും ഒക്കെ വിശദാംശങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായി മിസൈൽ വർഷം നടത്തിയിട്ടുണ്ട് എന്നതൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഇത് ഒരു സമാധാനത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായാണ് ഇങ്ങനെയൊക്കെ ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ ഡോക്ടർ മോഹൻ വർഗീസ്? അനുജ, ഓരോ ശ്വാസത്തിലും ട്രംപ് പറയുന്ന ഒരു വാക്കുണ്ട്, സമാധാനം. ബലപ്രയോഗത്തിലൂടെ സമാധാനം. ഇത് ട്രംപിൻ്റെ ഒരു നയമായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. ആത്യന്തികമായ സമാധാനം പുലരണമെങ്കിൽ ബലപ്രയോഗം ആവശ്യമായി വരും. അതിതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ആ തരത്തിലേക്ക് അത് ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം
തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വരിയാണത്. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരിക്കലും ഒരു വെടിനിർത്തൽ ഉണ്ടാവില്ല. കാരണം രണ്ട് കൂട്ടർക്കും വിജയിക്കാവുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുമ്പോൾ ഒരു ഫൈനൽ പുഷിന് വേണ്ടി രണ്ട് കൂട്ടരും ശ്രമിക്കും. അങ്ങനെയാണ് ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കൂ, 15ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ വേൾഡ് പവർ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച്, അതായത് പ്രഹരശേഷി അനുസരിച്ച് 16ാമത്തെ സ്ഥാനമാണ് ഇറാനുള്ളത്. അപ്പോൾ ഏതാണ്ട് ബലാബലം നിൽക്കുന്ന ശക്തികൾ. ആകെയുള്ള വ്യത്യാസം ഇറാൻ ഒരു ന്യൂക്ലിയർ ത്രഷോൾഡ് പവർ മാത്രമാണ്, ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ പവറാണ്. ഇത് മാത്രമാണ് വ്യത്യാസം. അങ്ങനെയെങ്കിൽ ഒരു ഭാഗത്ത് ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുമ്പോൾ ബാലൻസ് പൂർണ്ണമായി ഇസ്രായേൽ പക്ഷത്തേക്ക് ടിൽറ്റ് ചെയ്യും എന്ന സാമാന്യ ബുദ്ധി. അങ്ങനെ വന്നാൽ നേരത്തെ ഇവിടെ ഡോക്ടർ ജോസുകുട്ടി സംസാരിച്ചതുപോലെ ഒരു വശം വളരെ ദുർബലമാകുന്ന വശം സമാധാനം ആഗ്രഹിക്കും. കാരണം പണ്ട് ഒരു വലിയ കവിവചനമുണ്ടല്ലോ, ഈ സമാധാനം എന്നത് ദുർബലൻ്റെ ആവശ്യമാണ്. അത് ധീരൻ്റെ വാക്കുകളിലൂടെ സമാധാനം എന്നത് മുന്നോട്ട് വരും. പക്ഷേ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയുടെ ആവശ്യമാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും സമാധാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രഹരശേഷിയെ പരമാവധി നേരിട്ടുള്ള കൺവെൻഷണൽ ആയുധങ്ങളുടെ പ്രഹരശേഷിയെ, മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ഒക്കെ പ്രഹരശേഷി, അതുപോലെ ആണവ നിലയങ്ങളിലെ ഒരു ബിൽഡപ്പ്, ഇത് പൂർണ്ണമായി നശിപ്പിക്കാനായില്ല എങ്കിൽ പോലും അതിൽ കുറവ് വരുത്തിക്കൊണ്ട് ഇറാനെ ചർച്ചകളിലേക്ക് നയിക്കാനാവും എന്ന നിഗമനമാണ് അമേരിക്കയ്ക്ക്. പക്ഷേ ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കാൽക്കുലേഷനിൽ വരുന്ന പിഴവ് എന്ന് പറയുന്നത്, ഇറാൻ എന്നതൊരു സിവിലൈസേഷൻ പവർ കൂടിയാണ്. ഇറാൻ ഒരു പൊളിറ്റിക്കൽ ശക്തി, സായുധ ശക്തി എന്നത് മാത്രമല്ല, ദേശീയത മാത്രമല്ല, മറിച്ച് ഒരു സിവിലൈസേഷൻ്റെ ഒരു ബാക്കിങ് കൂടി ഇറാൻ ആഗ്രഹിക്കുന്നു. കാരണം അമേരിക്ക വിരുദ്ധ പോരാട്ടം, ഇസ്രായേൽ വിരുദ്ധ പോരാട്ടത്തിന് ഒരു സാംസ്കാരിക മുഖം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ടൊരു കീഴടങ്ങൽ എന്ന പൂർണ്ണമായ കീഴടങ്ങൽ എന്നത് ഒരു പക്ഷേ ഇറാൻ്റെ അജണ്ടയിൽ മുഖം രക്ഷിക്കാനെങ്കിലും ടാക്ടിക്കലായ വിഡ്രോവൽ അല്ലെങ്കിൽ ഒരു കീഴടങ്ങൽ. അത് മാത്രമല്ല ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മളൊരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വർഷങ്ങളോളം, 9 വർഷത്തോളം ഒക്കെ നീണ്ടുപോയ യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കീഴടങ്ങി പോകുന്ന പതിവ് ഈ രാജ്യത്തിനില്ല ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. സമാധാനത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കരുതാൻ കഴിയുമോ? അതെ, കൃത്യമായ നിരീക്ഷണമാണ് അനുജ. ഇത് 1980 മുതൽ 88 വരെ, അതായത് ഇറാനിയൻ റവല്യൂഷൻ നടക്കുന്ന 1979 ശേഷം അമേരിക്ക നിശ്ചയിച്ചുറപ്പിച്ച ഒരു പദ്ധതി തന്നെയാണ് സദ്ദാം ഹുസൈൻ എന്ന ഇറാഖി നേതാവിനെ ശക്തമായി നിലനിർത്തുക. അങ്ങനെ അറബ് ഐക്യത്തിലൂടെ, ഇറാഖ് ഒരു അറബ് രാജ്യം കൂടിയാണ്, ഇറാൻ മുസ്ലിം രാജ്യമാണെങ്കിലും നോൺ അറബ് രാജ്യമാണ്. അങ്ങനെ അറബ് രാജ്യങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി സദ്ദാം ഹുസൈൻ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടക്കുമ്പോൾ അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കും എന്നും ഇറാൻ തവിടുപൊടിയാകും എന്നതുമായിരുന്നു അമേരിക്കയുടെയും അന്നത്തെ ഇറാഖിൻ്റെയും ഒരു നിഗമനം. പക്ഷേ ആ നിഗമനങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 8 വർഷമാണ്, 80 മുതൽ 88 വരെ നീണ്ടുനിന്ന ആ ഒരു ദീർഘമായ യുദ്ധം. അതുകൊണ്ട് ഇറാൻ ഒരു റെസിലിയൻറ്റ് പവറാണ്, ബാറ്റിൽ ഹാർഡൻഡ് പവറാണ്. അന്ന് അയത്തുള്ള ഖൊമൈനിയുടെ കാലമാണ്, ഇപ്പോൾ അയത്തുള്ള അലി ഖൊമൈനിയുടെ കാലമാണ്. അലി ഖൊമൈനി അധികാരം ഏറ്റെടുത്തതിന് ശേഷം IRGC സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുകയും എല്ലാ രംഗത്തും, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും, അതുപോലെ അക്കാദമിക് രംഗത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, സൈനിക രംഗത്ത്, എല്ലാ രംഗത്തും, സാംസ്കാരിക രംഗത്ത് എല്ലാം തന്നെ ഈ ഒരു മതഘടനകളുടെ അല്ലെങ്കിൽ അയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആഴത്തിലുള്ള വേരോട്ടം കാണാം. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ചേഞ്ച് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഏതാനും നേതാക്കളെ, സൈനിക നേതാക്കളെയോ ശാസ്ത്രജ്ഞന്മാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ വധിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായി അട്ടിമറിക്കാവുന്ന ഒരു ഫ്രജൈൽ സംവിധാനമല്ല ഇറാനുള്ളത്. അതൊരു വാസ്തവം തന്നെയാണ്. അതേസമയം അമേരിക്കയുടെ ഫയർ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല എന്നതും വസ്തുതയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വെളുപ്പിന് 4 മണി ഇന്ത്യൻ സമയം 4 മണിയോട് അടുപ്പിച്ചുള്ള സമയത്ത് ശക്തമായ ആക്രമണമല്ലേ നടന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഒരു പ്രതിരോധം ഉണ്ടായില്ലല്ലോ. ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ഇവിടെ പോയി. അതുകൊണ്ട് അമേരിക്ക B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം നടത്തുമ്പോൾ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിൽ ഉള്ള ആണവ ശേഖരം അല്ലെങ്കിൽ ആണവ ഫിസൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ തകരാനുള്ള സാധ്യതയാണ്. കൂടുതൽ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരാതെ ഇറാന് പിടിച്ചു നിൽക്കാൻ ആവില്ല. അപ്പോൾ ഇറാൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആക്രമിക്കുമ്പോൾ നിരന്തരമായി ഇസ്രായേലിൽ നിന്ന് വരുന്ന ആക്രമണത്തിൻ്റെ മധ്യേ എങ്ങനെയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുക? അത് ന്യായമായ ചോദ്യം തന്നെയാണ്. വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുമോ എന്ന ഒരു ഭയം ഒരുപക്ഷെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യമല്ല. അതുകൊണ്ടാണ് ട്രംപ് കാനഡയിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയുടെ മധ്യേ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അത് അവിടെ ഒരു നിർദ്ദേശമുണ്ടാകാൻ പാടില്ല, ഒരു ജോയിന്റ് ഡിക്ലറേഷൻ G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല, ഉടനടി ഒരു വെടിനിർത്തൽ ഉണ്ടാകണം എന്ന നിർദ്ദേശം അമേരിക്ക കൂടി ഒപ്പിടുന്നത് ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം അമേരിക്ക ചിലത് കരുതി വെച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത്. അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ മേൽ നടത്തിയ ഒരു ആക്രമണമായി ഇതിനെ കാണാനൊക്കില്ല. ആദ്യം മുതൽ തന്നെ എക്കാലത്തും അമേരിക്ക ഇസ്രായേലിനോടൊപ്പമായിരുന്നു. ഈ കാര്യത്തിലും ഒരുപക്ഷെ ഈ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒക്ടോബർ 7, 2023 ശേഷം തന്നെ ഒരുപക്ഷെ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഏതെങ്കിലും ഒരു പ്രൊട്ടക്സ്റ്റ് അനുസരിച്ച് തകർക്കണം എന്ന ഒരു വിശാല പദ്ധതി ജെറുസലേമിലും വാഷിങ്ടൺ DC-യിലും ഉരുത്തിരിഞ്ഞ് വന്നത് അനുകൂലമായ സാഹചര്യം. നേരത്തെ ഇവിടെ കേട്ടതുപോലെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇറാൻ്റെ പ്രോക്സികൾ, ഇറാൻ്റെ കരങ്ങൾ എല്ലാം ദുർബലമായി നിൽക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യം നോക്കിക്കൊണ്ട് ന്യൂക്ലിയർ എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ന്യായീകരണം, ഏത് യുദ്ധത്തിനും ഒരു ന്യായീകരണം ആവശ്യമാണ്. അപ്പം ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഇറാൻ ലോകത്തിന് സമാധാനത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന് മാത്രം ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു ജോലി വെലിയേട്ടൻ്റെ സഹായത്തോടു കൂടി ഇതാ ഞങ്ങൾ ചെയ്തു തീർക്കുന്നു. ഇനിയുള്ളത് സമാധാനമാണ്. നിങ്ങൾ വരൂ, നമുക്ക് സംസാരിക്കാം. നെഗോഷിയേറ്റിംഗ് ടേബിൾ ഇസ് റെഡി. ഞങ്ങൾ രേഖകൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ നിങ്ങൾ ഒപ്പിടുക എന്നത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് ഒരു സമാധാന ഉടമ്പടിയിൽ അല്ലെങ്കിൽ യുദ്ധമില്ലാ കരാറിൽ, അതുമല്ലെങ്കിൽ ആണവായുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുകയില്ല, ആണവ സമ്പുഷ്ടീകരണത്തെ നിർത്തിവെക്കുന്നു എന്ന രീതിയിലുള്ള കരാർ ഒപ്പിടാൻ ഇന്നത്തെ നിലയിൽ ഇറാൻ്റെ അഭിമാനം സമ്മതിക്കുന്നുണ്ടോ? അതോ അവസാന ശ്വാസം വരെ പൊരുതുമോ? മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരുമോ? ഇറാൻ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും സഹായം ന്യായമായും പ്രതീക്ഷിക്കുന്നു. ലോകരാജ്യങ്ങൾ പ്രസ്താവനകൾ മാറ്റി നിർത്തി പ്രവൃത്തിയിലേക്ക് വരുമോ എന്ന നോട്ടത്തിലാണ്. ഇപ്പോൾ പ്രസ്താവനകളെല്ലാം ഇറാൻ അനുകൂലമായി വരുന്നു, അത് ശരിയാണ്, അമേരിക്കയുടെ ആക്രമണം ശരിയല്ല എന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും പറയുന്നു. പക്ഷേ പ്രവൃത്തിയിലേക്ക് വരാൻ ആരുണ്ടാകും? ഇതാണ് $1 ബില്യൺ ക്വസ്റ്റ്യൻ. അതാണ് ഡോക്ടർ ജിജി പോൾ. ഇപ്പോൾ ട്രംപിന്റെ ഒരു നിലപാട് നമുക്കറിയാം. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് താനൊരു പീസ് മേക്കറാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വീണ്ടും ഏറിയ ആൾ കൂടിയാണ്. മുൻ ഭരണാധികാരികളൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക സമ്പത്തൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പോയി വേസ്റ്റ് ആക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിനെതിരെ ാണ് താൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാൾ. അതുപോലെ മാഗ ക്യാമ്പയിനൊക്കെ നമുക്കറിയാവുന്നതാണ് എന്താണ് അതിലൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഒരു നിലപാട് മാറ്റം ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടിരിക്കുന്നു. അദ്ദേഹം അത് ലോകത്തോട് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോയി എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? ഈ ഘട്ടത്തിൽ അത് ഇസ്രയേലിന് വഴങ്ങി എന്ന് പറയുമ്പോൾ പോലും എന്തായിരിക്കാം അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ് താങ്കൾ കരുതുന്നത്, ഡോക്ടർ ജിജി പോൾ? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്ന ഒരു കാര്യങ്ങൾക്കും തീർച്ച കൽപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് പറയുന്ന ട്രംപ് അതേസമയം രഹസ്യമായിട്ട് അമേരിക്കയോടൊപ്പം ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിട്ട് സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറയാം. വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്ത സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കാസ് വാർ ഓൺ ടെറർ മീൻസ് വാർ അഗൻസ്റ്റ് ഓൺലി ഇസ്ലാം. ഇത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക തീവ്രവാദത്തിൻ്റെ കുട പിടിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്തർദേശീയ തലത്തിൽ എവിടെയെല്ലാം ശ്രമിക്കുന്നു ആ ശ്രമങ്ങളെല്ലാം ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ്, ഇസ്ലാം വിശ്വാസ രീതികൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലും അത് തന്നെയാണ് നടക്കുന്നത്. കാനഡയിൽ നടന്ന ഉച്ചകോടി സമ്മേളനത്തിൽ അയാൾ ഇറങ്ങിപ്പോയി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഫ്രാൻസ് ഇറാന് അനുകൂലമായിട്ടും ഇസ്രായേലിന് എഗൻസ്റ്റ് ആയിട്ടും ഒരു നിലപാട് സ്വീകരിക്കുന്ന ഘട്ടം വന്നപ്പോഴേക്കും മിസ്റ്റർ മാക്രോണിനെ വിളിച്ചിട്ട് പരസ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്ഥിതി വരെ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾക്ക് സ്ഥിരത കൽപ്പിക്കുവാൻ ലോകം ഇന്ന് വിമുഖത കാണിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് ഇറാനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇറാന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ഷോർട്ട് ടൈമുണ്ട്, ലോങ് ടൈമുണ്ട്.
17 പരം ലോങ് ടൈം മിസൈലുകളുണ്ട്. 33 പരം അന്തർവാഹിനി കപ്പലുകളുടെ ഒരു നിര തന്നെ ഉണ്ട്. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്ന് അമേരിക്കയുടെ ഏക എയർക്രാഫ്റ്റ് സംവിധാനമായിട്ടുള്ള F-14 എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക പോലും ഉപയോഗിക്കുന്നില്ല. അതും ഇന്ന് ഇറാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറാനെ നമ്മൾക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടു. ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു അത് ശക്തി ആർജിച്ചല്ല. പക്ഷേ തീർച്ചയായിട്ടും നിരീക്ഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാം ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ അതിരൂക്ഷത എന്താണെന്ന് പുറത്തു വരും. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡായിരുന്ന മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയുടെ കോൺവോയെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു. അന്ന് പുലർച്ചെ ഇസ്രയേലിനെ തിരിച്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാൻ വേണ്ടി ഇറാൻ്റെ ഉന്നത ഭരണകൂടം തീരുമാനമെടുത്തതാണ്. പക്ഷേ അന്ന് യൂറോപ്യൻ യൂണിയനും അറബ് യൂണിയനും സംയുക്തമായിട്ട് ചേർന്ന് ഇറാനെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്തർദേശീയ തലത്തിൽ വലിയ തോതിൽ തിരിച്ചടിക്ക് ഇടയാക്കുമായിരുന്നു. പക്ഷേ അതിൽ അവർ ശാന്തത കാണിച്ചു. ഖാസിം സുലൈമാനി വധം ഇന്ന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അവരുടെ 12 പരം മുൻനിര കമാൻഡർ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 5 പരം ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇറാൻ്റെ 33% ഇന്ന് വേദനയിലും കണ്ണുനീരിലും പട്ടിണിയിലും കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, കുടിവെള്ളമില്ല, സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അങ്ങനെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഈറ്റില്ലമായിട്ട് പറയപ്പെടുന്ന ഇറാൻ എന്ന് പറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിധ്വനി ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം ഇന്ന് അധിനിവേശ ശക്തികളുടെ മുമ്പിൽ അടിയറ വയ്ക്കാൻ വേണ്ടി ഉള്ള നെട്ടോട്ടത്തിലാണ്. ഇത് എത്ര കാലം തുടരും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടെ, സമാധാനം വളരെ അടുക്കെയുണ്ട്. പക്ഷെ ആ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. കൈകൾ എന്ന് സ്വതന്ത്രമാകുമോ അന്ന് ഈ യുദ്ധം അവസാനിക്കുക എനിക്ക് തോന്നുന്നുണ്ട് വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം ഒരുപക്ഷെ സോൾവ് ആയിരിക്കാം. അല്ല, അതായത് താങ്കൾ പറയുന്ന ഇറാൻ അങ്ങനെ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തും എന്നുള്ളതാണ് താങ്കൾ പ്രതീക്ഷ വെക്കുന്നത്, ഡോക്ടർ ജിജി? തീർച്ചയായിട്ടും കാര്യം നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയ്ക്ക് ആർമി ബേസ് ഉണ്ട്. ഈ ആർമി ബേസ് ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ട് ബഹ്റിൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് പേടിയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലുള്ള US ബേസിനെ ഇറാൻ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അഭിമാനത്തെക്കാട്ടി ഉപരിയായിട്ട് അവർക്ക് കോടിക്കണക്കിന് പ്രതിശീർഷ വരുമാനത്തിൽ നഷ്ടം വരും. അപ്പോൾ ആ പ്രശ്നം അവർക്ക് ഒത്തുതീർപ്പാക്കണം. യൂറോപ്യൻ യൂണിയൻ സജീവമായിട്ട് ഇടപെടുകയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ 2 എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്ന് വരികയുണ്ടായി, ഇറാൻ്റെ അടുക്ക വരികയുണ്ടായി. അപ്പം ഇസ്രയേലിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മിസ്റ്റർ ഇസ്രയേലി കട്സ് പറയുകയുണ്ടായി ഇത് ചൈന ഇറാനെ സഹായിക്കുകയാണത്. ബട്ട് ലേറ്റർ അവർ വിദേശകാര്യ വകുപ്പുമായിട്ട് ചൈനയുമായിട്ട് അവർ ടോക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ ബാറ്റിൽ ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഈസ് എ ഹ്യൂമാനിറ്ററി എയ്ഡാണെന്ന് പറഞ്ഞ് ആ പ്രശ്നം അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു വളരെ അടുക്കെ തന്നെ ഈ പ്രശ്നം സോൾവ് ആകും. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇറാൻ എല്ലാ മേഖലയിലും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ശരി, അതാണ് താങ്കളുടെ നിലപാട്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു, വേഗം മടങ്ങിയെത്താം. ഡോക്ടർ ജോസൂട്ടി, ഇപ്പോൾ ഇതിൽ നേരത്തെ ഡോക്ടർ ജിജി പോൾ പറഞ്ഞതുപോലെ വളരെ വേഗം തന്നെ ഇതൊരു ശുഭപര്യവസായിയായി എന്ന് നമുക്ക് ഇനിയെങ്കിലും പറയാവുന്ന തരത്തിലേക്ക്, ഇപ്പോൾ ഇതുവരെ നടന്ന ഒന്നും ഒരിക്കലും നിസ്സാരമായ കാര്യങ്ങളല്ല. മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അതിവേഗം അതിനൊരു സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നെഗോസിയേറ്റിംഗ് ടേബിളിലേക്ക് ഇറാൻ എത്തും എന്നൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അതോ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടത് ശക്തമായ തിരിച്ചടി ഇറാൻ നൽകുന്നു, അതിന് ഇസ്രയേലിൻ്റെ ആക്രമണം മറിച്ചിങ്ങോട്ട്, അങ്ങനെ ആ തരത്തിലേക്ക് ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? ഇനി അതല്ല അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണം, അത് ഒരുപക്ഷെ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള അവരുടെ സൈനിക ബേസിന് നേരെയുള്ള ആക്രമണം എന്ന തരത്തിലേക്കാകുമോ? അങ്ങനെ എന്താകാം ഇറാൻ ഇനി മനസ്സിൽ കാണുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പ്രത്യേകിച്ച് ഈ ചില ചരിത്രം കൂടി നേരത്തെ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ അതുകൂടി പരിശോധിച്ചാൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഡോക്ടർ ജോസൂട്ടി? എനിക്ക് തോന്നുന്നത് ഇത് അധികനാൾ നീണ്ടു നിൽക്കില്ല.
പക്ഷേ നീണ്ടു നിൽക്കില്ല എന്ന് പറയുമ്പോഴും ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അഭിമാനം വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും സംരക്ഷിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രതികരണം ഇറാന് നടത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ ഇതൊരു ചർച്ചയിലേക്കും അങ്ങനെയുള്ള ഒരു പര്യവസാനത്തിലേക്കും പോകൂ എന്നാണ് എൻ്റെ നിഗമനം. കാരണം ഈ പറഞ്ഞതുപോലെ ചരിത്രപരമായിട്ടുള്ള വലിയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ ഉറവിടമായിട്ടുള്ള ഇറാൻ അങ്ങനെ കീഴടങ്ങില്ല എന്നുള്ളൊരു തോന്നലും മാത്രവുമല്ല, അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവനയോ ഒരു കാര്യമോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന മറ്റ് വൻശക്തികളുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ ഒക്കെയോ സൗദി അറേബ്യയുടെയോ ഒക്കെ മധ്യസ്ഥതയിൽ ഒരു നീക്കുപോക്കുണ്ടായാൽ മാത്രമേ അത് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അല്ലാതെ നിരുപാധികമായുള്ളൊരു കീഴടങ്ങൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അത് താമസിയാതെ ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് നമ്മൾ പറയുമ്പോഴും ഇറാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്, മറ്റ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമല്ലോ ഇവിടെ ഒരു സമാധാനത്തിലേക്ക് എത്തേണ്ടത്. സമാധാനത്തിലെത്താൻ ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇറാന് ആത്മാഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ പ്രതികരിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം അവർ ചെറിയ രീതിയിൽ ഉപയോഗിക്കും. അതിന്ന് ഇസ്രായേലിനെതിരെ അവർ നടത്തിയിരിക്കുന്ന പ്രത്യാക്രമണം കുറച്ചും കൂടെ കടുത്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. അപ്പം അതൊരു ഭാഗം. പിന്നെ ഇവരുടെ നെഗോഷിയേറ്റിംഗ് ടേബിൾ ഇവരുടെ അഭിമാനം സംരക്ഷിക്കാൻ തക്കുന്ന ചില ടേംസും കൂടെ അതിൽ വേണമല്ലോ. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇറാൻ അവിടെ എങ്ങനെ എത്തിച്ചേരും, ഏത് രീതിയിൽ അവിടെ എത്തിച്ചേരും? ഇപ്പം നമ്മൾ റഷ്യയും ചൈനയും സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വ്ളാദിമിർ പുടിനുമായി നാളെ ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു പോസിറ്റീവ് ആയ ഫലത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ സൂചകമാണോ? നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇതിന്റെ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എന്താണ് റഷ്യയുടെ നിലപാട് ഈ കാര്യത്തിൽ? റഷ്യ അപലപിച്ചിട്ടുണ്ട്. റഷ്യ അപലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് വരെ നോക്കുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണം വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റഷ്യയും ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലപാട് നമുക്കറിയാം. അത് നേരത്തെയും അവർ പറഞ്ഞതാണ്, റഷ്യയൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയതാണ്. ഏതായാലും റഷ്യയുമായുള്ളൊരു കൂടിക്കാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി നടത്താൻ പോകുന്നു പ്രസിഡന്റുമായി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അപലപനത്തിന് ഒരു കുറവുമില്ല. സൗദി അറേബ്യ അപലപിച്ചില്ലേ? അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം അപലപിച്ചല്ലോ. ചൈന അപലപിച്ചല്ലോ. യൂറോപ്യൻ രാജ്യങ്ങൾ അപലപിച്ചല്ലോ. UN അപലപിച്ചല്ലോ. അത് വെറും ആലങ്കാരികമായിട്ടുള്ള അന്താരാഷ്ട്ര രംഗത്തെ ഒരു ഡിപ്ലോമാറ്റിക് സെറമണി എന്നതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയും ഈ അപലപനത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടി അതിനപ്പുറത്ത് കുറച്ച് ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു രാജ്യമായിട്ട് റഷ്യയെ നമുക്ക് കാണാം, ചൈനയെ കാണാം. അപ്പോൾ അവിടെ പോയിട്ടുള്ള സന്ദർശനത്തിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പം വെറും നിഗമനങ്ങൾ മാത്രമാണ്. ആ റഷ്യയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് നേരിട്ട് ചോദിച്ചറിയുവാനാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ആയുധങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായത്തിന് സാധിക്കുമോ? റഷ്യയ്ക്ക് നിലവിൽ അതിന് അത്തരത്തിലുള്ളൊരു സഹായം ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ ഇറാനെ സഹായിക്കാൻ പറ്റിയൊരു സാഹചര്യം എന്നല്ല എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു രാജ്യമുള്ളത് ചൈനയാണ്. ചൈന എയർക്രാഫ്റ്റ് മറ്റ് സഹായങ്ങളൊക്കെ രഹസ്യമായിട്ട് അല്പമൊക്കെ ചെയ്താലും അതിനപ്പുറത്തൊരു സഹായം ചെയ്യുവാനായിട്ട് ചൈനയ്ക്കും സാധിക്കില്ല. ഇവിടെ എന്താണ് അമേരിക്ക ചെയ്തത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറാനെ വന്ന് നേരിട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ ഇറാന് കിട്ടേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ അമേരിക്കനെ ആക്രമിക്കാൻ റഷ്യയും ചൈനയും തയ്യാറാവണം, അല്ലെങ്കിൽ ഇറാനെതിരെ ഈ അപലപനം നടത്തിയ രാജ്യങ്ങൾ തയ്യാറാവണം, യൂറോപ്പ് തയ്യാറാവണം. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ചൈന അതിന് തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ചൈനയ്ക്ക് നിലവിൽ അതിനുള്ള ശേഷിയോ മനസ്സോ വിൽ പവറോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. റഷ്യയ്ക്കും ഇല്ല. യൂറോപ്പ് ഇതിനെ അപലപിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്പിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അത്യാധുനിക ഫൈറ്റർ പ്ലെയിൻസ് 30 കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. മറ്റ് അമേരിക്കയുടെ എല്ലാ സൈനിക സന്നാഹങ്ങളും ഞാൻ സൂചിപ്പിച്ചല്ലോ, അവർക്ക് 19 സൈനിക കേന്ദ്രങ്ങൾ ഈ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ തന്നെയുണ്ട്. അതിൽ പലതും വളരെ എല്ലാവിധ സന്നാഹങ്ങളും ഉള്ളതാണ്. ഉദാഹരണമായിട്ട് ഖത്തറിലെ അവരുടെ അത്യാധുനിക ഫൈറ്റർ പ്ലെയിൻസ് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെയൊക്കെ ഇറാനെ ആക്രമിക്കാവുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇറാൻ അതിന് മുതിരുന്നു കഴിഞ്ഞാൽ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ
ഒരു ഇടപെടിയിലോ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള നയങ്ങളൊക്കെ ഈ പ്രസ്താവനകൾക്കപ്പുറത്ത് കാര്യമായിട്ടുള്ളൊരു സഹായമായി ഇറാൻ എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അവരെല്ലാം വയ്ക്കാൻ പോകുന്നൊരു കണ്ടീഷൻ ഇത് തന്നെയാണ്. ഏതാണ്? നിങ്ങളുടെ ആണവശേഷി ഈ നിർമ്മാണം അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണ പദ്ധതി നിങ്ങൾ നിർത്തിവെക്കണമെന്നുള്ളത് ഈ രാജ്യങ്ങൾ അപലപിക്കുമ്പോൾ ഇവരെല്ലാം അതിന് യോജിക്കുന്നവരാണ്. റഷ്യ അതിനോട് യോജിക്കുന്നു, ചൈന യോജിക്കുന്നു, ഇറാൻ്റെ അയൽപക്ക രാജ്യങ്ങളെല്ലാം യോജിക്കുന്നു, ഇന്ത്യ യോജിക്കുന്നു. ഇന്ത്യ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഇതുമായി പാകിസ്ഥാനും അതിനോട് യോജിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇറാനിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള വാഗ്ദാനം, ഒരു ഉറപ്പ് ആണവായുധ ശേഷി കൈവരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാതെ ഈ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാവില്ല. അത് ഇറാൻ സമ്മതിക്കുമോ? ലോകരാജ്യങ്ങളെല്ലാം ഇതിനെ അപലപിക്കുമ്പോൾ ഇറാൻ ഇതുമായി മുന്നോട്ട് പോകരുതെന്ന് വളരെ വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുമോ ഉടനെ എന്ന് ചോദിച്ചാൽ അവസാനിച്ചേ മതിയാവൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇറാന് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ മറ്റ് ശക്തികളുടെയോ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ടും മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇറാൻ ഒറ്റയ്ക്കും അതിനോടൊരു കെൽപ്പില്ലാത്തത് കൊണ്ട് അവർ ചർച്ചയ്ക്ക് ക്രമേണ തയ്യാറാവും. അപ്പോൾ നാളെയോ മറ്റന്നാളോ തയ്യാറാവുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ വകയില്ല. പക്ഷേ അതിനൊരു സമയമെടുത്തുകൊണ്ട് അവർ തയ്യാറാകും. അങ്ങനെ ഒരു അവസാനത്തിലേക്ക് വരും. പക്ഷേ അതിലെല്ലാം ഒരു വലിയ അപകടമുണ്ട്, അതും കൂടെ പറയാം. അതായത് ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ അവരൊരു കരാറിലേക്ക് പോയാലും ഇത് ഇറാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പകയുടെ കനലുകളായി മാറും. അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് അത് പറയാനുള്ള കാരണം അയത്തുള്ള ഖൊമേനിയുടെ ഏറ്റവും വലിയ ഇസ്രായേലിനെതിരെയുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 2040 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2040 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടാവില്ല. ഇത് അവരുടെ ഒരു പ്രഖ്യാപിത നയമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇറാൻ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നത്, മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അതൊരു പകയുടെ ക്ലോക്കാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഇറാൻ ഇട്ടിരിക്കുന്ന നാണക്കേട്, അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ പകയുടെ കനലുകൾ കത്തിക്കും താൽക്കാലികമായ സമാധാനത്തിലേക്ക് പോയാലും. എന്നാണ് സമാധാനം ഉണ്ടാകുക എന്നുള്ള ചോദ്യത്തിനെ നമുക്ക് കുറച്ച് വിശാല അടിസ്ഥാനത്തിൽ കണ്ടാൽ അങ്ങനെയാണ് പ്രതികരിക്കാൻ. അതാണ് ഡോക്ടർ മോഹൻ വർഗീസ്, ആ പകയുടെ ക്ലോക്ക് അവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ പോലും അറാഖ്ചി റഷ്യയിലേക്ക് പോവുകയാണ്. റഷ്യ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ മറ്റ് ചില ഇടങ്ങളിലൊക്കെ നടക്കുന്ന യുദ്ധത്തെക്കാൾ ഇതിനൊരു പ്രത്യേകത ആയി നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് റഷ്യ എന്ന രാജ്യത്തിൻ്റെ സാന്നിധ്യം. പുടിൻ്റെ സുഹൃത്താണ് ട്രംപ്, അപ്പോൾ മറിച്ചും ട്രംപിൻ്റെ സുഹൃത്താണ് പുടിൻ. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ, റഷ്യ എന്ന ഫാക്ടർ ഇവിടെ ഒരു റോൾ വഹിക്കാൻ പറ്റുന്ന തരത്തിലാണോ റഷ്യയുമായുള്ള കൂടിക്കാഴ്ച, ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ കൂടിക്കാഴ്ച എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഡോക്ടർ മോഹൻ വർഗീസ്? അവിടെ അനുജ, സുഹൃത്ത് ബന്ധത്തിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് കരുതാനുമില്ല. മോദിയുടെ സുഹൃത്താണ് ട്രംപ്, പുടിൻ്റെയും സുഹൃത്താണ് ട്രംപ്, പലരുടെയും സുഹൃത്താണ് ട്രംപ്. ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും താൻ പലരുടെയും സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ രാജ്യ താല്പര്യമാണ് ഡൊണാൾഡ് ട്രംപ് പ്രതിനിധീകരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ചിലവാക്കാൻ പണമില്ല വിദേശത്ത്. ഇത് ട്രംപിൻ്റെ നയമാണ്. പക്ഷെ ആ നയം ഇപ്പോൾ അതിൽ വെള്ളം ചേർത്തിരിക്കുന്നു. താൽക്കാലികമായി അമേരിക്ക പണം മുടക്കുന്നു, പക്ഷേ കൂടുതൽ നേട്ടങ്ങൾ ഭൗമരാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്ക് ആ പ്രദേശത്തുണ്ടാകാൻ സാധ്യതയുള്ള അഡ്വാൻറ്റേജിന് വേണ്ടി ഇതാ ഞാൻ പോർവിമാനങ്ങളെ അയക്കുന്നു എന്ന നിലപാടിലാണ് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത്. ഇവിടെ പുടിൻ്റെ റോള് പ്രധാനമാകുന്നത് എപ്പോഴാണ്? ഇവിടെ റഷ്യക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാനാവുമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ 2022 ഫെബ്രുവരി മുതൽ പുടിനും റഷ്യയും യുദ്ധത്തിൽ തന്നെയാണ്. ആ യുദ്ധം തുടങ്ങി വെച്ചത് പുടിനാണ് എന്ന് ഓർക്കണം. ആ യുദ്ധം അവസാനിപ്പിച്ച് ഉക്രൈനിൽ നിന്നും കരകയറാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ട് പോർമുഖങ്ങൾ തുറന്നുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഉക്രൈനെ ആക്രമിക്കുകയും ഇറാനെ ഡിഫെൻഡ് ചെയ്യുക എന്നത് പുടിനും റഷ്യയ്ക്കും ഇപ്പോഴത്തെ നിലയിൽ അത്ര അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് ഈ അബ്ബാസ് അറാഖ്ചി ഇപ്പോൾ മോസ്കോ സന്ദർശിക്കും, നാളെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. വീണ്ടും കുറച്ചുകൂടെ രൂക്ഷമായ പ്രസ്താവനകൾ ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ S-300, S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് ഉണ്ടാകാം ഇറാന്. കാരണം വലിയ തോതിലാണ് ഇറാനിലേക്ക് മിസൈലുകൾ പതിക്കുന്നത്. ഇസ്രയേലിൻ്റെ അയൺ ഡോം ഭീതിക്കപ്പെടുമ്പോൾ അത് റീപ്ലനിഷ് ചെയ്യാൻ അമേരിക്ക വരുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ റഷ്യൻ ആയുധങ്ങൾ, പ്രത്യേകിച്ചും ഏറിയൽ ഡിഫൻസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനുള്ള കരാറിൽ എന്തെങ്കിലും ഏർപ്പെടും. അതാണ് ഒരു കാര്യം, അതാണ് ഒരു നീക്കം.
ഇറാൻ്റെ ഓപ്ഷൻസ് പലതാണ്. ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നു, പ്രതിബന്ധത്തിൽ നിൽക്കുന്നു, ആക്രമണം നേരിടുന്നു ഒക്കെയാണ്. ഐക്യരാഷ്ട്ര സംഘടന കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. നിരന്തരം പ്രസ്താവനകൾ നടക്കും. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ വിഷയമെത്തും, വിഷയം വീറ്റോ ചെയ്യപ്പെടും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീറ്റോകൾ ഉണ്ടാകും, ജനറൽ അസംബ്ലിയിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാകും, ആക്രമണം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങും തൊടാതെയുള്ള പ്രസ്താവനകൾ നടത്തും. പല രാജ്യങ്ങളും അമേരിക്കയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തും. നേരത്തെ ഡോക്ടർ ജോസൂട്ടി പറഞ്ഞതുപോലെ അതുകൊണ്ട് എന്താ കാര്യം, ആരിടപെടും പൂച്ചയ്ക്ക്, ആരും മണി കെട്ടും? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അത് രണ്ടാമത്തെ ഓപ്ഷൻ, ഐക്യരാഷ്ട്ര സംഘടന വഴി ഉണ്ടാകുന്ന ആഗോള അഭിപ്രായ രൂപീകരണത്തിന്റെ ഫലമായി അമേരിക്കയും ഇസ്രായേലും സംയമനം പാലിക്കും. അങ്ങനെ നെഗോഷിയേഷൻ മീനിങ് പക്ഷെ അതിനെന്തെങ്കിലും സാധ്യത, നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന യുദ്ധത്തിൽ എന്താണ് ഇവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ അന്നും ഇതൊക്കെ ചർച്ച ചെയ്തതാണ്, ഇങ്ങനെ ഒരു പാവ സംഘടന ഇരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ. അതുപോലെ തന്നെ ഇത്തവണ ഇപ്പോൾ ഗുട്ടറസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും, ഇത് നയതന്ത്ര തലത്തിൽ പരിഹരിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഒരു റോൾ അവർ വഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ അങ്ങനെ കരുതേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല അനുജ. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ കളക്റ്റീവ് സെക്യൂരിറ്റിയാണ്. അതായത് വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. ഏതെങ്കിലും രാജ്യം ആക്രമണ വിധേയമായാൽ, ഇപ്പോൾ ഇത് ഇറാനാണ് ആക്രമണ വിധേയമായിരിക്കുന്നത്. 10 ദിവസം മുമ്പ് ഇസ്രായേലും, ഇപ്പോൾ ഇത് അമേരിക്കയും ആക്രമിച്ചിരിക്കുന്നു, ഇറാനെ തിരിച്ചടിച്ചിരിക്കുന്നു. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആർട്ടിക്കിൾ 51 ചാർട്ടറുടെ 51ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ച് തിരിച്ചടിക്കാൻ ഒരു രാജ്യത്തിന് അവകാശമുണ്ട്. അത് ഇറാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ അഗ്രസർ എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലാണ്, 2 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഈ രാജ്യങ്ങൾക്കെതിരെ ലോകത്തെല്ലാ രാജ്യങ്ങളും ചേർന്ന് കളക്റ്റീവ് സെക്യൂരിറ്റി ഒരുക്കണം എന്ന് പറഞ്ഞാൽ ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇതൊരു ഉട്ടോപ്യൻ ഐഡിയ ആയിട്ട് മാത്രമല്ലേ കാണാനാവൂ. ഒരിക്കലും അമേരിക്കയ്ക്കെതിരെ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് സംഘടിച്ച് യുദ്ധം ചെയ്ത് ഇറാനെ മോചിപ്പിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത് കേവലം അക്കാദമികം മാത്രമാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. പക്ഷെ മറ്റൊരു ലെവലിലേക്കും കൂടെ കാര്യങ്ങൾ പോകാം. അവിടെയാണ് ഇറാൻ എന്ന സിവിലൈസേഷണൽ ശക്തി ഇസ്ലാമിക രാജ്യങ്ങളുടെ മനസാക്ഷിയോടെ ആഴത്തിലൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇറാൻ ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ഭീകരരാജ്യം, ഭീകരത സ്റ്റേറ്റ് സ്പോൺസർ ടെറർ എന്നാണ് അമേരിക്ക പറയുന്നത്. അത്രയൊന്നും പോയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ബലപ്രയോഗത്തിൽ വിശ്വസിക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. പക്ഷേ ഇപ്പോൾ ഇതാ ഈ രാജ്യം തന്നെ, ഒരു സിവിലൈസേഷൻ തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിശബ്ദരായി മിണ്ടാതെ ഇരുന്നാൽ നാളെ നിങ്ങൾക്കെതിരെ അത് വരും. ഇത് മനസാക്ഷിയോടുള്ള ചോദ്യമാണ്. ഈ ഇറാൻ ചോദിക്കുന്നത് അറബ് രാജ്യങ്ങളോട്, ഇസ്ലാമിക രാജ്യങ്ങളോട്, ലോകത്തെമ്പാടുമുള്ള 50-ൽ പരം ഇസ്ലാമിക രാജ്യങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ OIC കഴിഞ്ഞ മീറ്റിംഗ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, ഇസ്താംബൂളിൽ വെച്ച് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുക? അവർക്ക് പ്രസ്താവനകൾ നടത്തി യുദ്ധത്തെ വീണ്ടും 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 അപലപിക്കുന്ന പ്രസ്താവനകൾക്ക് എന്ത് കാര്യം? അപലപിക്കുന്നതിന് പുറത്ത് സായുധ സേനകളെ അയച്ചു കൊടുക്കാനാകുമോ? ആയുധങ്ങൾ നൽകി സഹായിക്കാനാകുമോ? വേറെ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താനാകുമോ? ഒന്നുമില്ലെങ്കിൽ അമേരിക്കൻ ചേരിയിൽ നിന്നും, അല്ലെങ്കിൽ അമേരിക്കയോട് ഒട്ടി നിൽക്കുന്ന രീതിയിൽ നിന്നും UAEക്കും സൗദി അറേബ്യയ്ക്കും GCC രാജ്യങ്ങൾക്കും മാറി നിൽക്കാനാകുമോ? ഇസ്രായേലുമായി വലിയ അകലം പാലിക്കാനാകുമോ? അബ്രഹാമിക കരാറുകളിൽ നിന്നും പിന്മാറാനാവുമോ? അല്ലെങ്കിൽ ഭാവിയിൽ ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനെങ്കിലും ആവുമോ? അതാവാത്ത സ്ഥിതിക്ക് ഇസ്ലാമിക ലോകത്തെ ആ ഒരു ഡൈവേഴ്സിറ്റി, പ്ലൂറാലിറ്റി, ലാക്ക് ഓഫ് യുണൈറ്റഡ് ഒപ്പീനിയൻ, ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കരാർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കരാർ അതിലേക്കാണ് നീങ്ങി നിൽക്കുന്ന. അതുവരെ ബലപ്രയോഗം ഉണ്ടാകും, നേരിട്ടോ അല്ലാതെയുള്ള ബലപ്രയോഗം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു. വേഗം മടങ്ങിയെത്താം ഡോക്ടർ ജിജി പോളിലേക്ക്. തിരികെ ന്യൂസ് സെവനിലേക്ക്. ഡോക്ടർ ജിജി പോൾ, ഇതിപ്പോൾ അമേരിക്കയിൽ അവിടെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഈ ട്രംപ് ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് കടന്നു, അതിനുശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം റിപ്പബ്ലിക്കൻസിനിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മാഗ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ക്യാമ്പയിൻ, അതിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ പ്രവൃത്തി എന്ന് പറയുന്നു. കൂടാതെ റിപ്പബ്ലിക്കൻസ് ഇതിനോടകം തന്നെ പലരുടെയും പ്രസ്താവനകൾ വരുന്നുണ്ട്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇംപീച്ച്മെന്റിലേക്ക് പോകേണ്ടുന്ന ഒന്നാണെന്ന് പറയുന്നു. വൈറ്റ് ഹൗസിന് മുന്നിലുള്ള പ്രതിഷേധം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു അമേരിക്കയ്ക്കുള്ളിലൊരു വലിയ ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിട്ടുണ്ട് എന്നതുകൂടി പ്രസക്തമല്ലേ ഡോക്ടർ ജിജി? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഏകദേശം 4 സെനറ്റർമാർ പരസ്യമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. വാഷിങ്ടൺ DC-യിലും കാലിഫോർണിയയിലും അറ്റ്ലാന്റ,
ഒക്ലഹോമ, ഇവിടെ എല്ലാം വൻകിട പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ഇസ്രായേലി സ്നേഹവും ഇറാനെ അറ്റാക്ക് ചെയ്ത രീതിയും എഗൻസ്റ്റായിട്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ്, പരമോന്നത പദവി വഹിക്കുന്ന വ്യക്തി, അദ്ദേഹം സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രചരണവുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പോയി ആഗ്രഹിച്ചത് നേടിയെടുത്തതിന് ശേഷം സമാധാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ സമാധാനം, അദ്ദേഹം പറയുന്നു, ഈ സമാധാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച രീതി അന്തർദേശീയ തലത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ച പ്രവൃത്തി, അതുകൊണ്ട് സമാധാനം ഉടനെ വരും എന്നും പറയും. ഇതൊക്കെ കൂട്ടി യോജിക്കുമ്പോൾ ഇതെല്ലാം കോൺട്രഡിക്ഷനാണ്. പിന്നീട് നമ്മൾ ഇത് കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാൻ നേരത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിചാരിക്കും പോലെ അല്ല അവിടെ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ മാത്രമല്ല, ഈ നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രചാരണമായിരുന്നു. താൻ ഇതുവരെ ചെയ്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ടും തനിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടില്ല, തനിക്ക് തരില്ല എന്നൊക്കെ പറയുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവർ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. സമാധാനം ഈ നോബൽ പ്രൈസ് അത്ര മോശപ്പെട്ട വ്യക്തികൾക്കാണോ കൊടുത്തിട്ടുള്ളത്? മദർ തെരേസ മുതൽ ചരിത്രം എടുത്തു വെച്ച് നോക്ക്. ഇയാൾ അന്തർദേശീയ തലത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? സമാധാനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിരപരാധികളെ കൊന്നെടുക്കുന്ന സംവിധാനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ അവിടെ പോയി ചിക്കനും മട്ടണും കഴിച്ചപ്പോൾ ആർമി ഓഫീസർക്ക് അയാളുടെ മനസ്സിൽ തോന്നിയ പ്രതിധ്വനിയായിരിക്കും മിസ്റ്റർ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്നുള്ളത്. അത് അന്തർദേശീയ നോർവീജിയൻ ഗവൺമെൻറ് അംഗീകരിച്ചാലല്ലേ പറ്റുകയുള്ളൂ. അല്ലാതെ ഓസ്ലോ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് സമാധാനത്തിൻ്റെ പ്രതിബിംബമായിട്ടുള്ള ഈ നോബൽ പ്രൈസ് കിട്ടുന്നത്? ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത്, അമേരിക്ക അന്തർദേശീയ തലത്തിൽ ലോക ആർമിയുടെ തലവനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇത് ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഭാവിക്ക് ദോഷകരമായിട്ട് വരും. തീർച്ച തന്നെയാണ്. ഞാൻ ഒരു പടി കൂടെ മുന്നിലോട്ട് പറയുകയാണ്. ഇപ്പം മോഡിയുടെ ഫ്രണ്ടാണ് ട്രംപ് എന്ന് പറയുന്നു. മോഡിക്കും ഒരുപക്ഷെ നാളെ അവസ്ഥ ഇത് തന്നെ വന്നുകൂടാ എന്നില്ല. കാര്യം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പിൻ്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന് മേൽ ഈ ബങ്കർ ബോംബുകൾ ഇത്രമാത്രം സ്പീഡിൽ ചെയ്യാമെങ്കിൽ, പുലർച്ചെ 4 മണിക്ക് ചെയ്യാമെങ്കിൽ, ന്യൂഡൽഹിയൊന്നും അവർക്കൊരു പ്രശ്നമല്ല. രാജസ്ഥാനിലെ താർ മരുഭൂമിയും അവർക്കൊരു പ്രശ്നമില്ല. പണ്ട് ബുദ്ധൻ ചിരിച്ചത് ഒരുപക്ഷെ വെറുതെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അന്തർദേശീയ തലത്തിലുള്ള സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല. ആരും സ്ഥിര ശത്രുക്കളല്ല, ആരും സ്ഥിരം മിത്രങ്ങളല്ല. ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ മിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒന്നിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇറാനിയൻ വാർ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട രാഷ്ട്രം, പക്ഷെ ആ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. തീവ്രവാദത്തിൻ്റെ തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് UAE പ്രഥമ പ്രസിഡൻ്റായിട്ടുള്ള ഷെയ്ഖ് ഒരു പ്രാവശ്യം ഈ ഇറാനെ വിശേഷിപ്പിച്ചത്. അവർ അത്രമാത്രം തീവ്രവാദത്തിന് അന്തർദേശീയ തലത്തിൽ എക്സ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അമേരിക്കയുടെ എല്ലാ നയങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിൽ നടക്കുന്നുണ്ട്, ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്നുണ്ട്, പ്ലീസ് ഫർഗീവ്, ഞങ്ങളുടെ അധികാരികൾ ചെയ്തതെല്ലാം ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് അമേരിക്കയുടെ അയൺ ഡോമിന് കഴിയുന്നില്ല? അവിടെയും പ്രസക്തിയുണ്ട്. അമേരിക്ക ഇത്രയും സമാധാനത്തിന് വേണ്ടി വാദിച്ചിട്ട് ഇസ്രായേലിന് കൊടുത്ത സംഭാവനകളിലൊന്നാണ് ഈ വലിയ അയൺ ഡോം സംവിധാനം. പക്ഷേ എന്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല? റഷ്യയുടെ അടുക്ക ഇപ്പം മിസ്റ്റർ അബ്ബാസ് പോവുകയാണ്, നാളെ പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹവും പറയുമായിരിക്കും നേരിട്ട് സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്തർദേശീയ തലത്തിൽ ഒരു നെഗോസിയേഷന് റഷ്യ മുൻകൈ എടുത്തേക്കാം. റഷ്യയും ചൈനയും മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറേബ്യൻ രാഷ്ട്രങ്ങളും കൂടെ മുൻകൈ എടുത്തിട്ട് ഒരുപക്ഷെ വെരി ഷോർട്ട്ലി ഇത് സെറ്റിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ നമുക്കറിയാം ഇതിനു മുൻപ് അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുള്ള പല ഇടങ്ങളുണ്ട്. അതിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, സിറിയയുണ്ട്, ഇറാഖുണ്ട്. ഇതൊക്കെ സമാധാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ഇറാഖിൽ ഇതേപോലെ തന്നെ അവിടെ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം നമ്മൾ കണ്ടു.
അതിനുശേഷം ഒരു തെളിവ് പോലും അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ അതിനുശേഷം അനുഭവിച്ച ദുരിതം എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. ഇറാന്റെ കാര്യത്തിൽ അവർക്ക് ആണവായുധമില്ല, അവർ നിർമ്മിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, കൂടാതെ IAEA പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇസ്രയേൽ പറയുന്നു, അമേരിക്ക കൂടെ പറയുന്നു, എന്നിട്ട് ആക്രമണം നടത്തുകയാണ്. ഒരു മുൻപ് നമ്മളിങ്ങനെ ഈ ഇറാഖിന്റെ ഒക്കെ ഒരു ചരിത്രം അവിടെ കിടക്കെയാണ് വീണ്ടും ഇത് നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ളത് അത് എത്രത്തോളം ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമാണ് ഡോക്ടർ മോഹൻ വർഗീസ്? അനുജ, ലെജിറ്റിമൈസേഷൻ എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആംഗിളാണ്. ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചുറച്ച് മുന്നോട്ട് പോകുന്നു, അങ്ങനെയെങ്കിൽ അതിനൊരു ന്യായീകരണം കണ്ടെത്തണം. ഇത് പഴയ ഒരു ഈ ആടും പിന്നെ സിംഹവും കഥയുണ്ടല്ലോ. ഈ ആട് സിംഹത്തിൻ്റെ വെള്ളം കലക്കി എന്നൊരു കഥയുണ്ടല്ലോ. അതുകൊണ്ട് താഴെ നിന്ന് ജലം പാനം ചെയ്യുന്ന അരുവിയുടെ താഴെ തട്ടിൽ നിന്ന് ജലം പാനം ചെയ്യുന്ന ആടിനോട് സിംഹം പറയുകയാണ്, നീ എൻ്റെ വെള്ളം കലക്കി എന്ന് പറയുന്നത് പോലെയുള്ളൂ. നിങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു, നിങ്ങൾ ജൈവായുധം നിർമ്മിക്കുന്നു, നിങ്ങൾ രാസായുധം നിർമ്മിക്കുന്നു. അതുകൊണ്ട് ഇല്ല അങ്ങൊന്നേ ഞങ്ങൾ നിർമ്മിക്കുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല, ഇല്ല അതൊന്നുമല്ല, നിങ്ങളുടെ മുൻഗാമികൾ നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിക്കും എന്ന് പറയുന്ന അതേ ലോജിക്ക് തന്നെയല്ലേ ഇത്. സദ്ദാം ഹുസൈനെതിരെ എന്താണ് പറഞ്ഞു കേട്ടത്? സദ്ദാം ഹുസൈൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നത് ആരാണ്? ഇസ്രയേലും അമേരിക്കയുമാണ്. നിങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്രമിക്കുന്ന രാജ്യങ്ങൾ ആരാണ്? അതാണ് റെജീം ചേഞ്ച്. അതാണ് അമേരിക്ക ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ ഒരു റെജീം ചേഞ്ച്, അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം ഉണ്ടാകണം. അത് ഇറാൻ ഷാ ആയിരുന്നപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ്, അതിലേക്കാണ് ഞാൻ വരാനിരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്. കൃത്യമായി തന്നെ ഇവിടെ ഈ ആണവായുധം എന്നുള്ളതൊന്നുമല്ല, ഇവിടെ റെജീം ചേഞ്ച് എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യം. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് അവർ ഈ കോപ്പ് കൂട്ടിയത് മുഴുവനും, അല്ലേ? റെജീം ചേഞ്ചിലൂടെ മാത്രമേ സമാധാനമുണ്ടാകൂ എന്നൊരു തിയറിയാണ്. ആ റെജീം ചേഞ്ച് നടക്കണമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാത്രമേ നടക്കൂ. അപ്പോൾ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു, അത് തുടരും. അപ്പോൾ ഈ ഭരണകൂടത്തിൽ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ പോലും ആ ഭരണകൂടം തുടർന്നും ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കും. അതുകൊണ്ട് ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ ഡിസ്പെൻസേഷൻ മാറിപ്പോകണം. അല്ലെങ്കിൽ ഞങ്ങൾ ബലപ്രയോഗത്തിലൂടെ മാറ്റും, അല്ല എങ്കിൽ ഞങ്ങൾ പറയുന്ന ടേം അനുസരിച്ച് എല്ലാം അഗ്രി ചെയ്യണം. ഇതൊരു കൽപ്പനയാണ്. ഇതനുസരിച്ചാൽ ഇറാൻ എന്ന രാജ്യത്തിന് മുന്നോട്ട് പോകാം, ഈ ഗവൺമെന്റിനും ഒരുപക്ഷെ മുന്നോട്ട് പോകാം. പക്ഷേ അത് അംഗീകരിക്കാവുന്ന വ്യവസ്ഥകളല്ല മുന്നോട്ട് വയ്ക്കാൻ സാധ്യത. അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ യുദ്ധം തുടരുക എന്നതാണ്. അമേരിക്കയ്ക്കെതിരെ ദീർഘകാലമൊന്നും ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല എന്നത് പരമമായ സത്യമാണ്. കുറെ കാലത്തേക്ക് ഉഗ്രമായ പോരാട്ടം നടത്താനാവും. ഇസ്രായേലിന് വലിയ ഡാമേജുകൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ 30-ലധികം മിസൈലുകളാണ് ഇസ്രായേൽ നേരെ പോയത്. 10ഓളം എണ്ണം അവിടെ താഴെ വീണു. അയൺ ഡോം ഭേദിക്കപ്പെട്ടു, നിരന്തരമായി അയൺ ഡോം ഭേദിക്കപ്പെടുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആത്യന്തികമായി യുദ്ധം ജയിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് കരയുദ്ധം നടത്തേണ്ടി വരും. അവിടെയാണ് ഇറാന്റെ ഒരു വലിയ പ്രതീക്ഷ. ഏറിയൽ ഡോമിനൻസിലൂടെ ഒരിക്കലും പൂർണ്ണമായ ഒരു യുദ്ധജയം സാധ്യമല്ല. കംപ്ലീറ്റ്ലി ക്രിപ്പിൾ ചെയ്യാൻ സാധിക്കും ആകാശത്ത് നിന്നുകൊണ്ട്. പക്ഷേ കരയിൽ ഇറങ്ങാതെ ഒരിക്കലും ആ രീതിയിൽ യുദ്ധം ജയിക്കാനാവില്ല. ഇറാഖിൽ പോലും കരയുദ്ധത്തിലൂടെയാണ് അവസാനം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒരു കരയുദ്ധത്തിലൂടെയാണ്, അല്ലാതെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നൊരു ഭരണമാറ്റമല്ല. ഒരു ഭരണമാറ്റം തന്നെ ഉണ്ടാകണമെങ്കിൽ ഒരു കരയുദ്ധ സാധ്യത ഉണ്ടാകണം. കരയുദ്ധം വരുമ്പോൾ ടേബിൾസ് വിൽ ബി ടേൺഡ് അപ്സൈഡ് ഡൗൺ. അനുജ, അവിടെയാണ് ഇറാന്റെ ടോപ്പോഗ്രഫി ഇറാനെ സഹായിക്കാൻ പോകുന്നത്. നോക്കൂ, ഇറാന് 2 കടലുകളുണ്ട്. തെക്ക് ഭാഗത്തെ പേർഷ്യൻ ഗൾഫ് കടലും വടക്ക് ഭാഗത്തെ കാസ്പിയൻ കടലുമുണ്ട്. ഈ വടക്ക് ഭാഗത്തെ കടലിൽ കൂടെ റഷ്യയിലേക്കും കസാക്കിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ അർമേനിയ, അസർബൈജാൻ രാജ്യങ്ങളിലേക്കും തുർക്കിയിലേക്കും എല്ലാം തന്നെ ആക്സസ് ഉള്ളതാണ് കാസ്പിയൻ സീ. അവിടെ റഷ്യയുടെ താല്പര്യങ്ങൾ തീർച്ചയായും ആ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് വടക്ക് നിന്നൊരു ആക്രമണം അമേരിക്കയ്ക്കോ നെയ്റ്റോ ശക്തികൾക്കോ ഇന്നത്തെ നിലയിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അവശേഷിക്കുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയാണ്. ഈ പറയുന്ന കുപ്പിക്കഴുത്ത് പോലെയുള്ള ആ ഒരു കടലിടുക്ക് കടന്നിട്ട് ഒമാൻ ഉൾക്കടൽ കടന്ന് ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഇറാന്റെ നാവികസേന ശക്തമാണ്. പക്ഷെ ആ നാവികസേനയെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും ബാറ്റിൽ ഷിപ്സും ഡിസ്ട്രോയേഴ്സും
എല്ലാം ചേർന്നുകൊണ്ട് വ്യോമാക്രമണത്തിലൂടെ നശിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കമാൻഡ് ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ മെറീൻ ഓപ്പറേഷനിലൂടെ കരയിലേക്ക് പ്രവേശിക്കാം. പക്ഷേ ഇറാൻ വിസ്തൃതമായ രാജ്യമാണ്. 9 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്ററിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അവിടെ എല്ലാ മുക്കിലും മൂലയിലും ഒന്നും പോയി മുഴുവൻ രീതിയിൽ ഇറാനെ ഒന്നും പിടിച്ചടത്തുകൊണ്ട് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല. പേർഷ്യൻ ഇറാനിൽ പടയോട്ടം നടന്നിട്ടുണ്ട്. അലക്സാണ്ടറുടെ കാലത്തൊക്കെ ഇറാന്റെ കുറുകെ ഉള്ള പടയോട്ടം നടന്നിട്ടുണ്ട്. എന്നിട്ട് അലക്സാണ്ടർ തിരിച്ച് പോയി പകുതി വഴിയിൽ മരിച്ചു പോയിട്ടുമുണ്ട്. അതൊരു പടയോട്ടം, അത് മുൻപ് നടന്ന, വളരെ കാലം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അപ്പോഴും ഇറാനെ കൈയടക്കി ഭരിച്ചിട്ടില്ല ഒരു ശക്തിയും. അപ്പോൾ ഏൻഷ്യൻ പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത് പല ആളുകളും മാറി മാറി വന്നു പടയോട്ടങ്ങളുമായി. പക്ഷേ ഇറാൻ എന്ന സംസ്കൃതി, ഇറാൻ എന്ന ഒരു ജനത, ഇറാൻ എന്ന സംസ്കാരം അവിടെ നിലനിന്നു. ഇപ്പോഴും ഏതാണ്ട് അത് നിലനിൽക്കാനാണ് കാര്യം. ഇപ്പോൾ പോരാട്ടം വേണമെങ്കിൽ അമേരിക്ക പറയാം, ഞങ്ങളുടെ പോരാട്ടം ഇറാൻ ജനതയോടല്ല, ഇറാന്റെ ഭരണകൂടത്തോടാണ്. ഈ ഭരണകൂടം മാറിയാൽ എല്ലാം ശാന്തമാകും. ആ രീതിയിൽ ഒരു ഭരണകൂടത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും. അതിന് കരാറുകളിൽ ഏർപ്പെടേണ്ടി വരും. ഇറാൻ ആണവ കരാറിൽ എത്തിച്ചേർന്നെങ്കിലേ ഒരുപക്ഷെ യുദ്ധം നിൽക്കൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാനൊരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം തിരികെ എത്താം. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോക്ടർ ജിജി പോൾ, 2 കാര്യങ്ങൾ, ഒരു ചെറിയ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആണവച്ചോർച്ചയില്ല എന്ന് IAEA പറയുന്നു. ഫോർഡോ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കി, നാമാവശേഷമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളത് ഒരു പക്ഷേ വരും ദിവസങ്ങളിലാകാം നമ്മൾ അറിയാവുന്നത്. ഇപ്പോൾ ആണവച്ചോർച്ചയില്ല എന്ന് IAEA പറയുകയാണ്. ഈ ചെർണോബിലിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം റഷ്യ ഒരു കാരണവശാലും അതിന് പോകരുത്, ഗുരുതരമായ പ്രത്യാഘാതമെന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് എന്താണ് നമ്മൾ ഇതിൽ ഇനി മുന്നോട്ട് കാണേണ്ടത് എന്ന ചോദ്യം, അതിന് താങ്കൾ എന്താണ് കരുതുന്നത്? ഒപ്പം ഇന്ത്യ ഉൾപ്പെടെ ഇതിൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളതിലേക്കൊക്കെ ഇറാൻ പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കും. കൂടാതെ എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അപ്പാടെ തകർത്ത് കളയും. അങ്ങനെ ഒരു നീക്കത്തിലേക്കൊക്കെ അവർ കടക്കാനുള്ള സാധ്യതയുണ്ടോ? അതിൽ കൂടിയുള്ള താങ്കളുടെ മറുപടി. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് എത്രമാത്രം അതിൻ്റെ ഡെൻസിറ്റി വന്നിട്ടുണ്ട് എന്ന് ഈ വരുന്ന 1-2 ദിവസത്തിനകത്ത് അറിയാം. അന്തർദേശീയ ആണവോർജ കമ്മീഷൻ അവരുടെ ഡെലിഗേറ്റ്സ് ടെഹ്റാനിൽ പോകണം. ടെഹ്റാനിൽ പോയിട്ട് ടെഹ്റാൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ അത് പുറത്ത് വരേണ്ടത് അത് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും ആണവ വികിരണം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തത്, ഈ കടലെടുക്ക് അടയ്ക്കുന്നത് ഇറാൻ ഗവൺമെൻറ് ഉടനടി ചെയ്യാൻ സാധ്യതയില്ല. കാര്യം അവർക്കും വരുമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നാളെ മിസ്റ്റർ അബ്ബാസ് നമ്മുടെ പ്രസിഡൻറ്റുമായിട്ട്, റഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഒരുപക്ഷെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു നല്ലൊരു സമവാക്യം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇറാൻ ഇനി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസരത്തിൽ ഇറാൻ മുൻവിധിയോടുകൂടി അവരെ കൂടെ ബാധിക്കുന്ന ഒന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അതാണ്. വളരെ നന്ദി ഡോക്ടർ ജോസൂട്ടി CA, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജിജി പോൾ ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിങ് അവസാനിക്കുകയാണ്. ഇനി ഹോട്ട് ന്യൂസുമായി ഗോകുൽ രവി. നമസ്കാരം.